എറണാകുളം മാടവന ഇടവകപ്പള്ളിയിൽ കുർബാന മധ്യേ തിരുവോസ്തി മാംസവും രക്തവുമായി മാറിയെന്ന് ഒരു പുരോഹിതൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. മാടവന പള്ളിയിൽ നടന്ന അത്ഭുതമെന്ന് പറയപ്പെടുന്ന ഈ സംഭവത്തിൽ അദ്ദേഹം യുക്തിവാദികളെയും നിരീശ്വരവാദികളെയും വെല്ലുവിളിച്ച് ഇന്ന് വേറൊരു പോസ്റ്റും ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു അസാധാരണ സംഭവം കുർബാന മധ്യേ നടന്നെങ്കിൽ അതിലെ സത്യാവസ്ഥ ശാസ്ത്രീയമായി കണ്ടുപിടിക്കുക എന്നതല്ലേ ഇത് പരസ്യപ്പെടുത്തുന്നതിന് മുമ്പ് താങ്കൾ ചെയ്യേണ്ടത്. ഗോതമ്പപ്പം മാംസവും രക്തവുമായതായി കാണപ്പെട്ടെങ്കിൽ ആ ഓസ്തിയെ ഒരു മെഡിക്കൽ ലാബിൽ അയച്ചു പരിശോധിച്ചാൽ 2 ദിവസത്തിനുള്ളിൽ അതിന്റെ സത്യാവസ്ഥ ശാസ്ത്രീയമായി കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ സത്യാവസ്ഥ കണ്ടെത്തിയ ശേഷമായിരുന്നു താങ്കൾ ഇത് പരസ്യപ്പെടുത്തേണ്ടിയിരുന്നത്. ഇങ്ങനെ ശാസ്ത്രീയമായി പരിശോധിക്കാൻ പറ്റിയ നൂറുകണക്കിന് മെഡിക്കൽ ലാബുകൾ എറണാകുളം നഗരത്തിലുള്ളപ്പോൾ അങ്ങനെ ഒരു പരിശോധന നടത്തി 2 ദിവസം കൊണ്ട് ഫലമറിയാതെ ഈ ഓസ്തി ബിഷപ്പിന്റെ അരമനയിൽ അയച്ച് ഇനി മാർപ്പാപ്പ കമ്മീഷൻ അയച്ച് അതിന്റെ വിധി 20 കൊല്ലം കഴിഞ്ഞു കിട്ടും എന്നൊക്കെ പറയുന്നത് ശുദ്ധ ഉടായ്പാണെന്ന് ആർക്കാണ് ഇനി അറിയാൻ വയ്യാത്തത്. ഇതൊന്നും ചെയ്യാതെ താങ്കളുടെ ഉടായ്പിന് നിരീശ്വരവാദികളെ വെല്ലുവിളിക്കുന്നത് എന്തിന്? താങ്കൾ റിപ്പോർട്ട് ചെയ്ത ഈ സംഭവത്തിന്റെ ആധികാരികതയും സത്യാവസ്ഥയും തെളിയിക്കുക എന്ന ഉത്തരവാദിത്തം താങ്കൾക്ക് മാത്രമാണ്. അല്ലാതെ ആ ഉത്തരവാദിത്തം നാട്ടുകാരുടെയും യുക്തിവാദികളുടെയും തലയിൽ കെട്ടിയേൽപ്പിക്കുന്നത് എന്തിനാണ്? സത്യാവസ്ഥ തെളിയാത്ത സംഭവങ്ങൾ പരസ്യപ്പെടുത്തി ക്രിസ്ത്യാനികളെ നാണം കെടുത്തുന്ന ഈ പരിപാടി ഇനിയെങ്കിലും നിർത്തിക്കൂടെ?